മധ്യകേരളത്തിലും കനത്ത മഴ പെയ്യുകയാണ്. തീരദേശ മേഖലകളിൽ കടൽക്ഷോഭം രൂക്ഷമാണ്. എറണാകുളം എടവനക്കാട് 2 കിലോമീറ്ററോളം കടൽ കയറി. മരങ്ങൾ കടപുഴകിയും വീടുകൾ തകർന്നും തൃശൂർ, കോട്ടയം ജില്ലകളിലും വ്യാപക നാശനഷ്ടമുണ്ടായി. രൂക്ഷമായ കടൽക്കയറ്റത്തെ തുടർന്ന് എറണാകുളം ജില്ലയിലെ കണ്ണമാലി സംസ്ഥാന തീരദേശ പാതയിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂക്ഷമായി. എടവനക്കാട് പഴങ്ങാട് തീരത്തിന് സമീപം 2 കിലോമീറ്ററോളം കടലുകയറി. തീരദേശവാസികൾ പലരും വീടുകൾ വിട്ട് മറ്റിടങ്ങളിലേക്ക് മാറി. 2004-ലെ സുനാമിയിൽ തകർന്ന കടൽഭിത്തി പുനർനിർമ്മിക്കാത്തതാണ് നിലവിലെ അവസ്ഥയ്ക്ക് കാരണമെന്ന് പ്രദേശവാസികൾ ആരോപിച്ചു. അങ്കമാലി മുള്ളേശ്ശേരിയിൽ മരം കടപുഴകി വീണ് വീട് പൂർണ്ണമായും തകർന്നു. കാഞ്ഞിരമറ്റത്ത് കാറിനു മുകളിൽ മരം വീണു. തലനാരിഴയ്ക്കാണ് 4-അംഗ കുടുംബം രക്ഷപ്പെട്ടത്. കോട്ടയം ജില്ലയിലും പുലർച്ചെ മുതൽ ശക്തമായ മഴയാണ്. മീനച്ചിലാറാറ്റിലെ നീരൊഴുക്ക് കൂടി. നീണ്ടൂർ പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ മരങ്ങൾ കടപുഴകി. മണിമലയിലെ പാറമടയിൽ മണ്ണിടിച്ചിലുണ്ടായി. ചുങ്കത്ത് ഓട്ടോറിക്ഷകൾക്ക് മേൽ മരം വീണു. ഇടുക്കി അടിമാലി ഇരുട്ടുകാനത്ത് വൻമരം കടപുഴകി ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. മൂന്നാർ മറയൂർ റോഡിലും മരം വീണ് ഗതാഗത തടസ്സമുണ്ടായി. കട്ടപ്പനയിൽ കനത്ത മഴയിൽ കെട്ടിടത്തിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണു. തൃശൂർ കിഴുപ്പുള്ളിക്കര മുനയം ബണ്ട് പൊട്ടിയതിനെ തുടർന്ന് 8 കുടുംബങ്ങൾ ഭീതിയിലാണ്. നെടുമ്പാശ്ശേരിക്ക് സമീപത്തുണ്ടായ ശക്തമായ കാറ്റിൽ വ്യാപകമായ കൃഷിനാശമാണുണ്ടായത്. നിലവിൽ മഴയൽപ്പം മാറിയിട്ടുണ്ടെങ്കിലും ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുന്നുണ്ട്. 24 കൊച്ചി.